Welcome to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are continuing the last section, that is features of social structure of Indian society. So last section we already discussed some features regarding the social structure, and the balance portions are discussing here. So first we can discuss what is social structure. We already studied what is social structure. So it is a web of interacting social forces from which have arisen the various modes of observing and thinking, or we can say it is concerned with the principal forms of social organization, that is types of groups and association and institution and a complex of these which constitute society. ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻട്രാക്ഷൻ അല്ലേ, ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു മോഡ് ഓഫ് ഒബ്സർവിങ് ആൻഡ് തിങ്കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഒരു ഗ്രൂപ്പ് ആൻഡ് ആൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എ കോംപ്ലക്സ് വെച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ ഉൾപ്പെടുന്ന ഇൻഡിവിജ്വൽസ് ആകാം, ഗ്രൂപ്പ്സ് ആവാം, അസോസിയേഷൻസ് ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇവരുടെ എല്ലാം ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ വി ഓൾറെഡി ഡിസ്കസ് ദീസ് ടോപ്പിക് ഇൻ ദി പ്രീവിയസ് സെഷൻസ്. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. These are some of the features of social structure in Indian society that we already discussed in the last section, that is pluralistic society, predominantly rural society, poverty, illiteracy and ignorance, linguistic diversity and the racial diversity. So these are the balance features that to be discussed today, that is caste and casteism, communalism, regionalism, tradition and modernity, and the problems of social communication. So first we can see versus caste and casteism. Caste and caste അല്ലേ, നമുക്ക് തന്നെ അറിയാം. കാസ്റ്റ് ആൻഡ് കാസ്റ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, ജാതി അല്ലെങ്കിൽ ജാതീയത എന്ന് പറയാം. ഇറ്റ് ഹാസ് ബീൻ എ പ്രീഡോമിനൻറ്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. So it is an Asian practice, an ancient evil which constituted influence India's social, economic, cultural and political life. So the constitution in abolishing untouchability and in providing for non-discrimination on the basis of caste and creed has taken a great step towards their dilution. So if not elimination of caste and casteism, it is an actual process of Indian society. Caste and casteism continue to be a major factor. For caste and കാസ്റ്റിസം ഇല്ലേ, അപ്പോൾ ജാതീയത. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രീഡോമിനൻറ്റ് ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാസ്റ്റ് ആൻഡ് കാസ്റ്റിസം ഇല്ലേ. അപ്പോൾ നമുക്കൊരു ഇല്ലേ, ഒത്തിരി ഒന്ന് ഏഷ്യൻ ടൈംസിലേക്കൊക്കെ നോക്കിയാൽ അവിടെ ഒരു ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇല്ലേ, അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയാം ഇല്ലേ. അതായത് എന്താണ്, കാസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ്, നല്ല അല്ലെ ഉയർന്ന ജാതിയിലുള്ളവർ വരുമ്പോൾ താഴ്ന്ന ജാതിക്കാർ മാറി നിൽക്കണം, അല്ലെങ്കിൽ അവരെ തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷൻസ്. പിന്നെ അതുപോലെ കാസ്റ്റും ക്രീഡും എന്നൊക്കെ പറഞ്ഞ് വെവ്വേറെ മേൽത്തട്ട് അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഡിസ്ക്രിമിനേഷൻസ് പഴയ ഏഷ്യൻ ടൈംസിലുണ്ടായിരുന്നു. അപ്പം ഒരു പക്ഷേ ഇപ്പോൾ അതൊക്കെ തന്നെ എന്താണ്, ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാസ്റ്റ് ആൻഡ് കാസ്റ്റിസത്തിനെ നമുക്ക് ഒരു ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ, ഇന്ത്യൻ ഒരു ഫീച്ചർ ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യൻ സൊസൈറ്റിയുടെ മേജർ ഫീച്ചറായിട്ട് നമുക്ക് കാസ്റ്റ് ആൻഡ് കാസ്റ്റിസത്തിനെ പറയാം. ആൻഡ് ദ സെക്കൻഡ് വി ക്യാൻ ഡിസ്കസ് ദ കമ്മ്യൂണലിസം ഇല്ലേ, ഒരു വർഗീയത നമുക്കറിയാവുന്നൊരു വാക്കാണ് കമ്മ്യൂണലിസം. So the presence of communal tensions and the periodic outbreak of communal rights has been the bone of Indian social system. So even after 50 years of independence, these continue to strain the socio-political system. So the existence of some regional and communal political parties add fuel to the fire. So the exploitation in the name of region or religion, election campaign based on communal lines, and the use of religion as a pressure group and practiced by the political party.
സോ കമ്മ്യൂണലിസം ഇല്ലേ, വർഗീയത എന്ന് നമുക്ക് പറയാം ഇല്ലേ, ഒരു കമ്മ്യൂണൽ ടെൻഷൻസ് ഇല്ലേ, അതായത് ഒരു ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിലെ ഒരു രണ്ടാമത്തെ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ കമ്മ്യൂണലിസം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് ഇല്ലേ. അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എപ്പോഴും ഇല്ലേ, നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50 വർഷത്തിലേറെ ആയെങ്കിൽ പോലും ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ വർഗീയത പലയിടത്തും കാണാൻ സാധിക്കും. So the existence of some regional and communal political party add fuel to അപ്പം ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ റിലീജിയൻ്റെ വൈസ് ഇല്ല അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്കൽ പാർട്ടീസാണ് പലപ്പോഴും ഇതിന് കാരണക്കാരാവുന്നത്. സോ ഇത് അവർ എന്തിൻ്റെ കാര്യത്തിലാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? എപ്പോഴും റിലീജിയൻ അല്ലെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ വരുമ്പോൾ നമ്മുടെ റിലീജിയൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഇഷ്യൂസ് പ്രഷർ കൊടുത്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ശരിക്കും ഒരു വർഗീയത സൃഷ്ടിക്കുന്ന ഇല്ലേ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിന് കമ്മ്യൂണലിസം ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു. ആൻഡ് സോ സീരിയസ്ലി ലിമിറ്റ് ദ കേപ്പബിലിറ്റീസ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഇതൊരു മേജർ ഫാക്ടറായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ഫീച്ചറായിട്ട് കമ്മ്യൂണലിസത്തിനെ പറയാം. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് റീജണലിസം ഇല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, cultural and caste diversity prevailing in the Indian society have together strengthened the force of regionalism. And the love and concern for one's local area of inhabitation is something natural. So the adoption of feudal structure presupposes the existence of some regionalism, due to which division of power is done between the federal government and the federating unit. So here the need of channelize regionalism and make it a contributing part of nationalism is one of the biggest tasks before the Indian socio-political system. ഇല്ലേ, അപ്പോൾ റീജണലിസം ഇല്ലേ എന്ന് പറയുമ്പോൾ എന്താണ്, റിലീജിയസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ ആൻഡ് കാസ്റ്റ് ഡൈവേഴ്സിറ്റി പ്രിവൈലിംഗ് ദ ഇന്ത്യൻ സൊസൈറ്റി ടുഗദർ സ്ട്രെങ്തൻ ദ ഫോഴ്സ് ഓഫ് റീജണലിസം ഇല്ലേ. അപ്പം ഒരു റീജണലിസത്തിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, നമ്മുടെ കൾച്ചർ നമുക്ക് തന്നെ അറിയാം. ഇന്ത്യക്കകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഒരു 15 മേജർ ലാംഗ്വേജസ് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ മദർ ടങ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ 1600 സംതിങ് അതർ ലാംഗ്വേജസ് നമുക്ക് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ അല്ലെങ്കിൽ കാസ്റ്റ് ഡൈവേഴ്സിറ്റി ഇതെല്ലാം ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരുമിച്ച് നിർത്തുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലവ് ആൻഡ് കൺസേൺ ഇസ് വൺ ലോക്കൽ ഏരിയ ഓഫ് ഇൻഹാബിറ്റേഷൻ ഓഫ് സംതിങ് നാച്ചുറൽ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരവരുടെ ഏരിയ അല്ലെങ്കിൽ അവരുടെ റീജിയൻ വരുമ്പോഴത്തേക്ക് അതിനൊരു കൺസേൺ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മലയാളീസ് ഇല്ലേ, നമ്മളൊരു നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ചെല്ലുമ്പം അവിടെ ചെന്ന് നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരോടുള്ളൊരു കൺസേൺ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് റീജണലിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ട്രഡീഷൻ ആൻഡ് ദി മോഡേണിറ്റി. Here we discuss that tradition and modernity exist side by side in the Indian society. So the attempt of modernization of tradition as well as traditionalization of modernity are simultaneously present. ഇല്ലേ, അപ്പം traditions clearly begin affected by modern trends and pressures like politicization of caste, lessening of caste, or the consciousness among the urban elites, or the operationalism of modern Western tools of administration and government. So here we can say is that the Indian approach towards the development reflect both tradition and modernity. So here we can say is that what is happening in India can be described as an attempt at a synthesis of tradition and modernity for achieving a new identity without destroying its rich diversity and cultural heritage. അപ്പോൾ നമുക്ക് ആ വാക്ക് തന്നെ അറിയാം, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി ഇല്ലേ. നമ്മുടെ പാരമ്പര്യമായിട്ടല്ലേ ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന നമ്മൾ ട്രഡീഷണൽ സ്റ്റൈൽ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു മോഡേണിറ്റി. ഇപ്പം രണ്ടും സൈമിൾട്ടേനിയസ് ആണല്ലേ. ട്രഡീഷനെ തന്നെ നമ്മൾ അതിൻ്റെ ഇപ്പം നമ്മൾ ലാസ്റ്റ് മിസ് പറഞ്ഞൊരു വാക്കുണ്ടല്ലേ, tradition and modernity for achieving a new identity without destroying its rich diversity and cultural heritage. അപ്പം ഒട്ടും തന്നെ മാറ്റങ്ങൾ വരുത്താതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രഡീഷനെ നമുക്ക് എന്ത് ചെയ്യാം, മോഡേണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ട്രഡീഷനും മോഡേണിറ്റിയും എക്സിസ്റ്റ് സൈഡ് ബൈ സൈഡ്, രണ്ടും ഒരുപോലെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ദ അറ്റംപ്റ്റ് ഓഫ് മോഡേണൈസേഷൻ
of tradition as well as traditionalization of modernity are simultaneously present. അതുകൊണ്ട് തന്നെ ഒരു മോഡേണൈസേഷൻ ഓഫ് ട്രഡീഷൻ ഇല്ലേ, നമ്മുടെ ട്രഡീഷനെ നമ്മൾ കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ട്രഡീഷണലൈസേഷൻ ഓഫ് മോഡേണിറ്റി, മോഡേണായിട്ട് നിൽക്കുന്നതിന് നമ്മൾ അതിൽ കുറച്ച് ട്രഡീഷണൽ സ്റ്റൈൽ കൊണ്ടുവരുന്നു. ഇത് രണ്ടും തന്നെ നമ്മൾ എന്താണ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. And so what is happening in India can be described as an attempt as a synthesis of tradition and modernity for achieving a new identity. അപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണ്, ഈ ട്രഡീഷനും ഈ മോഡേണിറ്റിയും കൂടെ മിക്സ് ചെയ്ത് ഒരു പുതിയ ഐഡൻറ്റിറ്റി നമ്മൾ കൊണ്ടുവരുന്നു, വിത്തൗട്ട് ഡിസ്ട്രോയിങ്, എന്തിന് നഷ്ടപ്പെടാതെയാണ്, ഇറ്റ്സ് റിച്ച് ഡൈവേഴ്സിറ്റി ആൻഡ് കൾച്ചറൽ ഹെഡ്. അപ്പോൾ നമ്മുടെ പൈതൃകം, കൾച്ചറൽ പൈതൃകങ്ങളെ ഒന്നും മാറ്റി നിർത്താതെ, അതിലൊട്ടും നഷ്ടം വരുത്താതെയാണ് ഈ ട്രഡീഷനും മോഡേണിറ്റിയും കൂടെ നമ്മൾ മിക്സപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് പ്രോബ്ലം ഓഫ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. So here we can say is that the environment of Indian social system also reflects a problem of social communication. So social structure of Indian society is based on the factor of illiteracy and backwardness of large section of population. So linguistic diversity greatly aggregates this problem. So all these social factors are determining factors of the environment of Indian social structure or a social system and the political system. The problem of social communication says that the environment of Indian social system reflects a problem of social communication, and so the social structure of Indian society is based on the factor of illiteracy and the backwardness of large section of the population. സോ അവിടെ പറയുന്നത് എന്താണ്, ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ എൻവയോൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ വഹിക്കുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമുക്ക് വരുന്ന ചില ഫാക്ടേഴ്സ് ഇല്ലേ, ഒരു ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ എടുത്താൽ നമ്മുടെ മേജർ ഫാക്ടർ എന്താണ്, ഇല്ലിറ്ററസിയാണ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്നെസ് ഇല്ലേ. നമ്മുടെ പോപ്പുലേഷൻ്റെ ഭൂരിഭാഗവും ഈ രണ്ട് കാര്യത്തിൽ നിലനിൽക്കുന്നതുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. So the linguistic diversity greatly aggregate this problem, and so all these social factors are the determining factor of the environment of India social structure, social system and the political system. അപ്പം ഈ സോഷ്യൽ ഫാക്ടേഴ്സ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്ന എന്തിനൊക്കെയാണ്, 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ, നമ്മുടെ സോഷ്യൽ സിസ്റ്റം, പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം. ആൻഡ് സോ വി ക്യാൻ സേസ് ദാറ്റ് here it has been engaged in the process of securing development through control over these limitations. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം നമുക്ക് എന്താണ്, ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മുന്നോട്ട് കൊണ്ടുവരിക. ആൻഡ് മേക്കിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് ഡിസൈഡിങ് authoritative value as well as through the spread of literacy, ഡയറക്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എക്സെട്ര. അപ്പം നമ്മുടെ ഇല്ലിറ്ററസി എന്ന് പറയുന്നതിന് നമ്മൾ എന്തിലേക്ക് ലിറ്ററേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മുടെ പരിമിതികളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ആൻഡ് സോ ഇൻ സം അപ്പ് വി ക്യാൻ സേസ് ദാറ്റ് സോഷ്യൽ സ്ട്രക്ചർ of Indian society is therefore characterized by religious, regional, linguistic and കാസ്റ്റ് ഡൈവേഴ്സിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, എന്തെല്ലാം ചേരുമ്പോഴാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, ഒന്ന് റിലീജിയസ് അല്ലെങ്കിൽ നമ്മുടെ റീജിയൻ, ലിംഗ്വിസ്റ്റിക് ആവാം, ഒരു കാസ്റ്റ് ഡൈവേഴ്സിറ്റി, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ, ഇന്ത്യൻ സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചർ സക്സസ് ആവുന്നത്. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ്, ടുഡേ വി ഡിസ്കസ് ദി ബാലൻസ് ഫീച്ചർ ദാറ്റ് ഈസ് കാസ്റ്റ് ആൻഡ് കാസ്റ്റിസം, communalism, regionalism, tradition and modernity, and the problems of social communication. I hope you all understood the features. And so in sum up we can say that social structure is of Indian society is therefore characterized by religious, regional, linguistic and caste diversity. And so there are social conflicts among the various institutions of Indian society. And so social institutions are closely related to each other. All institutions face the problem of continuously adjusting themselves to changing society. So changes in the social environment may bring changes in all institutions.
and so inflation may have a racial influence on marriage, death, crime and education. So here we can say is that there are social conflicts among the various institutions of Indian society. അപ്പം ഒരു നമ്മളിവിടെ ഇത്രയും നേരം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ദർ ആർ കോൺഫ്ലിക്ട്സ് ഇൻ ദ among the various institutions of Indian society. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പം ദേ ആർ ക്ലോസ്ലി ഇൻ്റർ-റിലേറ്റഡ്. ഇനി ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദേ ഹാവ് ഫേസ് ദ പ്രോബ്ലം ഓഫ് കണ്ടിന്യൂസ്ലി അഡ്ജസ്റ്റിംഗ് ദ ചേഞ്ചിങ് സൊസൈറ്റി. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ഇൻഡിവിജ്വൽ ആവട്ടെ, ഗ്രൂപ്പ് ആവട്ടെ, അസോസിയേഷൻ ആവട്ടെ, ഈ സ്ഥാപനങ്ങളാവട്ടെ, ഇവരെല്ലാം സൊസൈറ്റിയുടെ മാറ്റങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആ കണ്ടിന്യൂസ് ആയി ഈ പ്രോബ്ലംസിനെ എല്ലാം അവർ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിലീജിയസ്, റീജിയണൽ, ലിംഗ്വിസ്റ്റിക് ആൻഡ് കാസ്റ്റ് ഡൈവേഴ്സിറ്റി. സോ ക്ലിയർ വിത്ത് ദിസ് ടോപ്പിക്. Hope you all understood the features of social structure. So prepare well, study well. This is the end of today's section. Thank you.